ഒരു ക്യാമറ ഇല്ലാതെ ഒരു സിനിമ ചിത്രീകരിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനി അങ്ങോട്ട് അത് സാധ്യമാകാൻ പോവുകയാണ്. ഇനി സിനിമ ചെയ്യാൻ ക്യാമറ വേണ്ട, ഷൂട്ടിങ്ങിന്റെ ആവശ്യമില്ല. നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം കാരണം സിനിമാ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എയുടെ വരവോടെ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിക്കാൻ പോകുന്നത് സിനിമാ മേഖലയിൽ തന്നെയാണ്. എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണ് സിനിമ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളർ ചിത്രങ്ങൾ, 3D തുടങ്ങി മോഷൻ ക്യാപ്ചറിൽ വരെയാണ് സിനിമ ഇന്ന് എത്തി നിൽക്കുന്നത്. എന്നാൽ എയുടെ വരവോടെ ഇത് അടിമുടി മാറാൻ പോകുകയാണ്. പ്രീ പ്രൊഡക്ഷൻ മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ എല്ലാം എയുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇനി സിനിമകൾ ഉണ്ടാകാൻ പോകുന്നത്. പ്രീ പ്രൊഡക്ഷനിൽ കഥകൾ എഴുതാനും പ്ലോട്ട് ഐഡിയകൾ സജസ്റ്റ് ചെയ്യാനും കണ്ടന്റ് ആർട്ട് സൃഷ്ടിക്കാനും എയ്ക്ക് ഇപ്പോൾ കഴിയും. ഇനി ക്രിയേറ്റിവിറ്റിക്ക് മാനുഷിക ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കേണ്ടതില്ല. എയ്ക്ക് അപ്രതീക്ഷിതമായ പ്ലോട്ട് ട്വിസ്റ്റുകളും സംഭാഷണങ്ങളും അമ്പരപ്പിക്കുന്ന ക്ലൈമാക്സ് രംഗങ്ങൾ പോലും നിർദ്ദേശിക്കാൻ കഴിയും. നടീനടന്മാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ പോലും എഐ അതിൻ്റെ കരുത്ത് കാണിക്കുന്നു. ഇനി മനുഷ്യരായിട്ടുള്ള നടീനടന്മാരെ സിനിമയ്ക്ക് ആവശ്യമില്ലാതെ വരും. ഇപ്പോൾ ഡിജിറ്റൽ അഭിനേതാക്കളെ സൃഷ്ടിക്കാനും അവരെ ഉപയോഗിച്ച് അഭിനയിപ്പിക്കാനും എഐക്ക് കഴിയും. ചില സിനിമാക്കാർ പഴയകാല നായകന്മാരെ എഐ ഉപയോഗിച്ച് വീണ്ടും സിനിമയിലിറക്കുന്നു. ആലോചിച്ച് നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോഴത്തെ ന്യൂജൻ നടന്മാരുമായി ചിത്രത്തിൽ അഭിനയിക്കുന്ന ഒരു ദൃശ്യം. സിനിമ ഷൂട്ടിങ്ങിനും എഐ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നു. ഇനി സിനിമാ ഷൂട്ടിംഗ് എന്നത് തീർത്തും ഇല്ലാതെ ആകാൻ പോവുകയാണ്. കുറച്ചു സാങ്കേതിക വിദഗ്ധർ ഒരു കമ്പ്യൂട്ടറിൻ്റെ ചുറ്റും കൂടിയിരുന്നുള്ള സിനിമാ ചിത്രീകരണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ വലിയ ലൊക്കേഷനുകൾക്ക് പകരം എഐ ടൂൾസ് ഉപയോഗിച്ച് അത് കമ്പ്യൂട്ടറിൽ തന്നെ ഡിസൈൻ ചെയ്ത് സിനിമകൾ എളുപ്പത്തിലും വളരെ ചെലവ് കുറച്ചും ഷൂട്ട് ചെയ്യാം. എഐ ആപ്പിനുള്ളിൽ പ്രോംപ്റ്റ് കൊണ്ട് നിയന്ത്രിക്കുന്ന വെർച്വൽ ക്യാമറകളും ലൈറ്റിങ്ങും ആംഗിളുകൾ പോലും ക്രമീകരിക്കാൻ ഇന്ന് എഐക്ക് കഴിയും. അതിനാൽ സിനിമാ നിർമ്മാണം വളരെ വേഗതയിലും ഏറ്റവും കുറഞ്ഞ ചിലവിലും നിർമ്മാതാക്കൾക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റും. പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഐ അതിൻ്റെ യഥാർത്ഥ മികവ് തെളിയിക്കുന്നു. എഐ ടൂളുകൾ ഇനി മിനിറ്റുകൾക്കുള്ളിൽ എഡിറ്റിങ്ങും സ്പെഷ്യൽ എഫക്ട്സും സംഗീതവും ഡബ്ബിങ്ങും സബ്ടൈറ്റിലുകളും അതും വളരെ പെട്ടെന്ന് നിരവധി ഭാഷകളിലേക്ക് തർജിമ ചെയ്യാനും സാധിക്കുന്നു. പാട്ടിൻ്റെ വരികൾ, പശ്ചാത്തല സംഗീതം, സൗണ്ട് എഫക്ട്സ്, പാട്ടുകാരൻ്റെ സ്വരം ഏത് വേണം, എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കാനുള്ള കഴിവ് പോലും ഇന്ന് എഐക്കുണ്ട്. പക്ഷേ ഇതൊക്കെ ഇന്നത്തെ സിനിമാ പ്രവർത്തകരുടെ ജോലിയെ ബാധിക്കുമോ? സിനിമാ മേഖലയെ എഐ തകർക്കുമോ? എഐ ഒരു ശക്തമായ ടൂളായിരിക്കാം, പക്ഷേ ക്രിയേറ്റിവിറ്റിയും കഥ പറയലും എപ്പോഴും മനുഷ്യരുടെ കരങ്ങളിൽ തന്നെ തുടരും. എഐയുടെ സ്വാധീനം കൊണ്ട് സിനിമാ നിർമ്മാണ രീതികൾ അടിമുടി മാറുമെങ്കിലും സിനിമയിലെ അത്ഭുതം എന്നും മനുഷ്യരുടെ സൃഷ്ടികളും ക്രിയേറ്റിവിറ്റിയും തന്നെയാണ്. അത് ശക്തമായി തുടരുക തന്നെ ചെയ്യും. എന്നാൽ ഭാവിയിൽ മുഴുവനായും എഐ സിനിമകൾ നിർമ്മിക്കുമോ? എഐയുടെ ശക്തമായ സ്വാധീനം സിനിമാ മേഖലയിൽ ഇന്ന് ഉണ്ടാക്കുന്ന മാറ്റം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അത് സാധിച്ചു എന്ന് തന്നെ വരാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സിനിമയും സിനിമാ നിർമ്മാണവും ഇനി ഒരിക്കലും മുൻപത്തെ പോലെ ആയിരിക്കില്ല.